ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ വെള്ളിയാഴ്ച പോസ്റ്റ് മാർക്കറ്റോ പ്രീ മാർക്കറ്റോ ചെയ്യാറില്ല. ശനിയാഴ്ച നമ്മൾ വീക്കിലി അനാലിസിസ് ചെയ്യുമ്പം അതിൻ്റെ കൂട്ടത്തിലാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇന്ന് നിങ്ങളുടെ പഠനാർത്ഥം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഇന്ന് ഈ ആറി കഞ്ഞി പഴങ്കഞ്ഞി പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസമാകുമ്പോൾ ചൂടോടെ തന്നെ ആ കാര്യങ്ങൾ പെട്ടെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലത് ഇരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചത്? ഇന്ന് ഞാൻ പറഞ്ഞു RBI മോണിറ്ററി പോളിസി ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഇവൻ്റ് ഡേയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് ആ മാർക്കറ്റിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിനുള്ളൊരു ഒരു ഒരു ബെസ്റ്റ് എക്സാമ്പിളായിരുന്നു ഇന്നത്തെ ദിവസം. ഞാൻ നേരത്തെയൊക്കെ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതറിയാവുന്നവർക്കൊക്കെ അവർ ഇന്ന് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്താ നമ്മൾ ശ്രദ്ധിച്ചത്, ഇന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ രാവിലെ വോയിസ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ RBI ഗവർണറിൻ്റെ സ്പീച്ച് കഴിയുന്നിടം വരെ നിങ്ങൾ ട്രേഡ് കഴിവതും ഒഴിഞ്ഞു നിൽക്കുക. അതിനുശേഷം നമ്മളൊരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ട്രേഡിനെ പറ്റി ചിന്തിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര വോളറ്റൈലായിരുന്നു മാർക്കറ്റ്, ഇല്ലേ? മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത്? ഇതാ ഇവിടെയാണ്, ഈ ഒരു ക്യാൻഡിലല്ല, എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്? 1 മിനിറ്റ്, 5-ാം തീയതി ഈ ഒരു ക്യാൻഡിലല്ലേ ഇത്? ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ അല്ലേ? ഓപ്പൺ ചെയ്ത് എവിടെയാണ് ഓപ്പൺ ചെയ്തത്? മാർക്കറ്റ് ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തത്. മാർക്കറ്റ് വെരി ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ. ചെറിയൊരു ഗ്യാപ് ഡൗൺ എന്ന് ഒരു 10-20-25 പോയിൻറ്റ് ഗ്യാപ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, അല്ലേ? ചെറിയൊരു ഗ്യാപ് ഡൗണിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഒറ്റ ക്യാൻഡിൽ തന്നെ താഴോട്ട് വന്നതിന് ശേഷം നേരെ മുകളിലോട്ട് പോയി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു, അല്ലേ? മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം 10 മണിയായപ്പോൾ ഇതാ നോക്കിക്കാൻ നിങ്ങൾ, ഇതാണ് 10 മണി. ഓക്കെ, 10 മണിയായപ്പം RBI ഗവർണറുടെ സ്പീച്ച് വരാൻ തുടങ്ങി. RBI ഗവർണറുടെ സ്പീച്ച് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? അവിടുന്ന് ശരവേഗത്തിൽ മുകളിലോട്ട് പോയി, അല്ലേ? ശരവേഗത്തിൽ മുകളിലോട്ട് പോയി. ഒരു വോളറ്റാലിറ്റി ഉണ്ടായി. പിന്നെ ആ RBI ആ റേറ്റ് കട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുന്നതിന് തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. കറക്റ്റ് മാർക്കറ്റ് ഇവിടം വരെ വന്നു. ഏകദേശം ഇതിപ്പം 5 അല്ല, ഇവിടെ വന്നപ്പോൾ റേറ്റ് കട്ട് പ്രഖ്യാപിച്ചു 0.25 റേറ്റ് കട്ട് പ്രഖ്യാപിച്ചു, ഇല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായതിന് ശേഷം അപ്പോൾ ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് 15 മിനിറ്റായി. നിങ്ങളത് ആലോചിച്ചോണം, 15 മിനിറ്റ്. ഈ 15 മിനിറ്റ് കൊണ്ട് ബാക്കി കാര്യങ്ങളും മാർക്കറ്റിലെ കാര്യങ്ങളും നമ്മുടെ ഭാവി GDP, നമ്മുടെ എക്കണോമി വളരെ സ്ട്രോങ് ആണെന്നും അങ്ങനെ കുറേ മസാലകൾ ചേർത്ത് ബൂസ്റ്റപ്പ് ചെയ്ത രീതിയിലാണ് ഗവർണർ എന്ത് ചെയ്തത്? സംസാരിച്ചത്. അപ്പോൾ ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം പിന്നെ ഇവിടുന്ന് ഒരു റാലി നമുക്ക് മേലോട്ട് കിട്ടിയത്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ദിവസം RBI ഗവർണറിൻ്റെ ഇങ്ങനെ RBI മോണിറ്ററി പോളിസി ഉള്ള ദിവസം ഒരു കാരണവശാലും മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റോ പിന്നെ പ്രൈസ് ആക്ഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. ഞാൻ രാവിലെ പറഞ്ഞു, പുള്ളിയുടെ വായി കിടക്കുന്ന നാക്കിനനുസരിച്ച് മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ അന്നത്തെ ഒരു ദിവസം. അപ്പോൾ രാവിലെ നോക്കി കറക്റ്റ് 10 മണിയായപ്പം പുള്ളി വന്ന് കസേരയിൽ ഇരുന്നപ്പോഴത്തെ തന്നെ മാർക്കറ്റ് ഒരൊറ്റയടി 50-60 പോയിൻറ്റ് മേലോട്ട് പോയി, ഇല്ലേ? മേലോട്ട് പോയി 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി റേറ്റ് കട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ, അപ്പോൾ ഈ താഴോട്ട് വരുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മാർക്കറ്റ് അവിടുന്ന് മാർക്കറ്റിന് കാര്യം മനസ്സിലായി. മൊത്തത്തിലുള്ള സമ്മറി മാർക്കറ്റിന് മനസ്സിലായി, ഇല്ലേ? ആ സമ്മറിക്ക് ശേഷമാണ് മാർക്കറ്റ് ഇവിടുന്ന് ഒരു റാലി, വൺ വേ റാലി മാർക്കറ്റിൽ നടത്തി. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്ത് നമുക്കൊരിക്കലും ഒരു പ്രൈസ് ആക്ഷനോ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ടോ അല്ലെ മറ്റെന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വർക്ക് ചെയ്യത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇത് ഭയങ്കരമായിട്ടും മാർക്കറ്റ് RBIയുടെ സ്പീച്ചിനനുസരിച്ചായിരിക്കും ഇവിടെ മാർക്കറ്റ് വോളറ്റാലിറ്റി വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
അതിനുശേഷം മാർക്കറ്റിൽ നിന്ന് സംഭവിച്ച മാർക്കറ്റ് വന്ന് വീണ്ടും വന്ന് കറക്റ്റായിട്ട് വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ. നമ്മുടെ 26.011 വന്ന് 26.011 വരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ലൈനായിരുന്നു ഇല്ലേ. അവിടെ വന്നു കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തു മാർക്കറ്റ്. അതിനുശേഷം ഇവിടുന്ന് ഒരു റാലി ഇവിടം വരെ തന്നു. അപ്പോൾ ഇവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ഈ കൊണ്ട് പറയുന്ന പോലെയല്ല, ഇവിടെയൊക്കെ വളരെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു എൻട്രി കിട്ടാനൊക്കെ പാടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് കണ്ട ആരെങ്കിലും ചാടി കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഇവിടെ ട്രേഡ് എടുക്കുകയാണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇപ്പോൾ തള്ളി മറിക്കാം. കാരണം ഇവിടെ നമുക്ക് പ്രൈസ് ആക്ഷൻ കണ്ടോ, ഇവിടെ റിജക്ഷൻ ക്യാൻഡിൽ വന്നില്ലേ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാറുണ്ട് ഇവിടെ വരെ കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ തള്ളി മറിക്കാം. നോ, ഒരിക്കലും ഞാനങ്ങനെ പറയത്തില്ല. കാരണം ഇവിടെ കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ എങ്ങനെ എടുക്കണം, മാർക്കറ്റ് പൊട്ടി താഴോട്ട് പോകുമോ മേലോട്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്നും നിങ്ങളോട് പറയുന്ന പോലെ എന്നും ട്രേഡ് ചെയ്യണം എന്ന് ശടിക്കരുത്. എന്നും ഇന്നിപ്പോൾ വീക്കിലി നമ്മൾ പോളിട്ടു. വീക്കിലി പോളിനകത്തിൽ ഇപ്പോൾ ഇന്നത്തെ ട്രേഡ് കൊണ്ട് വീക്കിലി ഫുള്ളി ലോസായി പോയ ധാരാളം ആൾക്കാരുണ്ട്. എനിക്കറിയാം. അല്ലെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ കഴിഞ്ഞ 5-4 ദിവസവും നല്ല രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. ഇന്നത്തെ ഒറ്റ അശ്രദ്ധ കൊണ്ടോ അല്ല നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ടോ പൈസ പോയ വീക്കിലി നിങ്ങൾ ലോസിലായവരാണ്. നിങ്ങൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയാണ്. നിങ്ങളത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വേറൊരാളെ നിങ്ങളെ വേറൊരാൾക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഉപദേശിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, ഒരു വഴി കാണിച്ചു തരാൻ പറ്റത്തില്ല. ആ വഴി കൂടെ സഞ്ചരിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വഴി എനിക്ക് കാണിച്ചു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ വഴി കൂടെ നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് നിങ്ങളാണ് ഇല്ലേ. അപ്പോൾ ഈ യാത്ര ചെയ്യുമ്പം ഇതിനിടയിലുള്ള പല സംഭവങ്ങളും ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാട്ടിക്കൂടെ ആയിരിക്കും വഴി ഉണ്ട്, ചിലപ്പോൾ ഈ വഴി കാട്ടിക്കൂടെ ആയിരിക്കും, ചിലപ്പോൾ ഹൈവേ കൂടെ മെയിൻ നമ്മുടെ എന്താ പറയുക ഗ്രാമപ്രദേശത്തിൽ കൂടെ ആയിരിക്കും. ഏത് പ്രദേശം പലവിധ വഴികളുണ്ട് ഇല്ലേ. കാട്ടിക്കൂടെ പോവുകയാണെങ്കിൽ കാട്ടിൽ പല മൃഗങ്ങൾ ചാടി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് ഇല്ലേ. നമുക്കെതിരെ ആക്രമണം ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കരുതലോടെ പോകുക എന്നുള്ളതാണ് ഇല്ലേ. ഇവിടെ ഇപ്പോൾ ആണെങ്കിലോ ഒരു ഫ്രീ റോഡാണെന്നുണ്ടെങ്കിലോ ഫ്രീ ആയിട്ട് പോവുക, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മെരുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങൾക്ക് ഒരു കൺവിക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക. നമുക്ക് ഇവിടുന്ന് ആരെങ്കിലും ചാടിക്കുക. ഇവിടെ എക്സ്പീരിയൻസ്ഡ് ട്രേഡറിനോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിനോ അല്ലെങ്കിൽ ഒരു റിസ്കി ട്രേഡറിനോ മാത്രമേ ട്രേഡ് ഉള്ളൂ. അവനോട് ട്രേഡ് എടുത്ത് വിചാരിച്ചോ, ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അവന് കറക്റ്റ് ഇതും ക്രോസ് ചെയ്ത് ഒന്നുകിൽ ഇവിടെ ഇറങ്ങും അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങും അല്ലേ. ഈ 2 പോയിന്റിൽ എവിടെയെങ്കിലും ഇറങ്ങും. എപ്പോഴും ബിഗിനർ ഇവിടെങ്ങും ട്രേഡ് ഇല്ല, ഇവിടെങ്ങും ബിഗിനറിന് ട്രേഡ് ഇല്ല, ഷുവർ. അതിനുശേഷം എന്താ സംഭവിച്ചത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്നത്തെ RBIയുടെ ഒരു സമ്മറി ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് പിന്നെ മാർക്കറ്റ് ഇവിടം വരെ വന്നതിന് ശേഷം ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് റിയലി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞത് ഇതിന് മുകളിലോട്ട് നമുക്ക് ട്രേഡ് ഇല്ല. ആ ട്രേഡ് ഇല്ല എന്ന് പറയാൻ കാരണം പലരും ചോദിച്ചു, സാറേ ഇവിടുന്ന് ബ്രേക്കൗട്ട് സാറ് പറഞ്ഞില്ലേ. കറക്റ്റാണ്, സാറ് പറഞ്ഞില്ലേ 26,147 മുകളിൽ 26,147 മുകളിൽ ഷോർട്ട് കവറിങ് റാലി നടക്കും. പിന്നെ സാർ എന്തുകൊണ്ട് ട്രേഡ് വേണ്ടാന്ന് പറഞ്ഞു. വെരി ക്ലിയർ ആണ്, ചോദിച്ച ചോദ്യം കറക്റ്റാണ്. ഞാൻ പറഞ്ഞതാണ് 26,147 മുകളിൽ നമുക്ക് ഷോർട്ട് കവറിങ് റാലി ഉണ്ട്, അവിടുന്ന് മാർക്കറ്റ് പിന്നെയും ഫർദറായിട്ട് മുകളിലോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞതാണ്. ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഇത്ര നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നോ, ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല, ഇവിടെ നമുക്ക് ട്രേഡ് വേണ്ട. കാരണം അത് അപകടത്തിൽ ചെന്ന് ചാടത്തേ ഉള്ളൂ. അതിന് കാരണം അതിന് കാരണം ഞാനങ്ങനെ പറയാൻ കാര്യം എന്താ, നമുക്കിവിടെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയെങ്കിലും ഒരു എൻട്രി ഉണ്ടോ? നോക്കൂ, നിങ്ങളിവിടെ മാർക്കറ്റ് കുറേ നേരം നമ്മുടെ 26,147 പല പ്രാവശ്യം മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തില്ലേ. ഒന്ന് മേലോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു, പിന്നെ ഇവിടെ വന്ന് കൺസോളിഡേറ്റ് ഇത്രയും നേരം ഏകദേശം 12 മണി വരെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. നിങ്ങൾ അവിടെ നോക്കിക്കുക, ആ ബ്രേക്ക് ഔട്ടിൽ ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഈ ഒരു ക്യാൻഡിൽ ഇതാണ് നമ്മുടെ ക്യാൻഡിൽ ഇല്ലേ. ഈ ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറയൂ. ആസ് പെർ നമ്മുടെ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ക്യാൻഡിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം, കയ്യാലെ പുറത്ത് തേങ്ങ പോലെ അപ്പുറം പകുതി ഇപ്പുറം പകുതി. നമ്മളെങ്ങനെ ട്രേഡ് എടുക്കും? വേണമെങ്കിൽ ചക്ക വീണ് മുയലത്ത് പോലെ ചിലപ്പോൾ ആരെങ്കിലും കയറി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രോഫിറ്റ് ഇട്ട് കാണും. പക്ഷേ അതൊരിക്കലും ഒരു ജെനുവിനായിട്ടുള്ള ഒരു ട്രേഡല്ല. അവർ ഭാഗ്യപരീക്ഷണം മാത്രമല്ല, അല്ല ഗ്യാംബ്ലിംഗ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നോക്കി, ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിന് ശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ വീണു. ശരിയാണ്, കറക്റ്റ് 5 മിനിറ്റ് ഒരു 75% ബോഡിയുണ്ട്. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇവിടുന്ന് എന്തുമാത്രം ദൂരെയാണ് ഈ ക്യാൻഡിൽ ഇല്ലേ, എന്തുമാത്രം ദൂരെയാണ് ഈ ക്യാൻഡിൽ. ഏകദേശം ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു സെക്കൻഡ് നമ്മൾ നോക്കിയാലോ, ഏകദേശം ഇവിടുന്ന് 168 ഒരു 10-30 പോയിൻറ്റിന് അകലമുണ്ട് നമുക്കവിടെ. ഈ ഒരു ക്യാൻഡിൽ, ഈ രണ്ടാമത്തെ ക്യാൻഡിലും ഇവിടവും തമ്മിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് നോക്കണം. ഇവിടെ സ്റ്റോപ്പ് ലോസ് നോക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ. നമുക്ക് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഈ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ രണ്ടാമത്തെ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്ത് വിചാരിച്ചു. ഈ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, കാരണം ഈ ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അറിയത്തില്ല മാർക്കറ്റ് തിരിച്ചു വരും എന്നുള്ള കാര്യം. രണ്ടാമത്തെ ക്യാൻഡിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി. അപ്പോൾ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കണം, ഇവിടെ കൊണ്ടുവെക്കണം സ്റ്റോപ്പ് ലോസ് ഇല്ലേ. ഏകദേശം 20-25 പ്രീമിയം നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. മനസ്സിലായോ? ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റ് തിരിച്ചു വരുവാണെങ്കിൽ 25 പോയിൻറ്റ് നിങ്ങൾക്ക് 10,000-2,000 രൂപ ഒരു ലോട്ടിൽ നഷ്ടം വരുന്നത്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ പോകരുത്. നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഇല്ല, അനങ്ങാതിരിക്കുക എന്നുള്ളത്. നാളെ മാർക്കറ്റ് ഇല്ലേ, ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം, എന്നും ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു വാശി പിടുത്ത് നിങ്ങൾ ഒഴിവാക്കുക. എന്ന് എനിക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, ആ വാശി നിങ്ങൾ കളയുക. അവസരമുള്ളപ്പോൾ മാത്രം ട്രേഡ് ചെയ്യാൻ അങ്ങനെ ശീലിക്കുക. അങ്ങനെ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എപ്പോഴും പച്ചവത്തി തന്നെ നിൽക്കും. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും 2 ക്യാൻഡിൽ മുകളിലോട്ട് പോയി, ഓക്കെ പൊയ്ക്കോട്ടെ, നമുക്കുള്ളതല്ല. അതിനുശേഷം പിന്നെ അവിടെ ഈ പറയുന്ന പോലെ തന്നെ കൺസോൾട്ടേഷൻ. അതിനുശേഷം അവിടെ നിന്നിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് കൃത്യമായിട്ട് എങ്ങോട്ട് വന്നു, നമ്മൾ വരച്ച 26,147 മാർക്കറ്റ് തിരിച്ചങ്ങോട്ട് വന്നു ഇല്ലേ. അതിനുശേഷം പിന്നെയും മുകളിലോട്ട് മാർക്കറ്റ് പോയി, പിന്നെയും അവിടെ നിന്ന് തന്നെ തിരിച്ച് ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു അൺസർട്ടനിറ്റി ആയിരുന്നു. ഇവിടെ കുറേ നേരം ആടിക്കളിച്ചു. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. പിന്നെ ഇവിടുന്ന് തിരിച്ച് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ഈ ഹൈയുടെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ എന്തുമാത്രം അൺസർട്ടനിറ്റി, ടെൻഷൻ, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ മൊത്തത്തിലുള്ള എല്ലാവരുടെയും ഇവിടെ ഈ ഏരിയയിലെത്തിയപ്പം ഇവിടെ എത്തിയപ്പം മൊത്തം ആൾക്കാരുടെയും ആപ്പ് എന്ത് ചെയ്തു, ബ്ലോക്കായി. മൊത്തത്തിൽ അത് ഗ്ലോബലി ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ്, ക്ലൗഡിൻ്റെ എന്തോ ഒരു എററായിരുന്നു. അതുകൊണ്ട് മൊത്തം ആൾക്കാരുടെയും ഭൂരിഭാഗം ആൾക്കാരുടെയും ആപ്പുകൾ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പലർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ദൈവാധീനം പോലെ ഇവിടെ വരെ വന്നപ്പോഴാണ് ആപ്പ് എല്ലാവരുടെയും മിക്കവാറും ശരിയായി. അപ്പോൾ അങ്ങനെ ആർക്കും വലിയ നഷ്ടം ഉണ്ടായി കാണത്തില്ല. ഇപ്പോൾ ഈ എടുത്തവർക്ക് നഷ്ടം ഉണ്ടായി കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റി. പക്ഷേ ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പം എന്തിനാണ് നമ്മൾ വെറുതെ അൺസർട്ടനിറ്റിക്ക് പോകുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത പണികൾക്ക് നമ്മൾ എന്തിനാണ് പോകുന്നത്? ഇല്ലേ, നമുക്കിവിടെ ഇതിന് മുകളിലോട്ട് നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യരുത്. നമ്മളെന്താ ചെയ്യുന്നത്? ട്രേഡിന് വേണ്ടി ട്രേഡ് ഉണ്ടാക്കുക. എനിക്കിന്ന് ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് തപ്പി കണ്ടുപിടിക്കുക. നോ, അങ്ങനെ വേണ്ട. നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്കൊരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടായെങ്കിൽ മാത്രം നമ്മളിവിടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വിട്ട് അനങ്ങാതെ നോക്കിയിരുന്ന് പുറത്തിരുന്ന് ഗാലറിയിൽ നിന്ന് കളി കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനത്തെ ഇവൻറ്റ്ഫുൾ ഡേ ഇതിപ്പോൾ RBI മോണിറ്ററി പോളിസി വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബഡ്ജറ്റിൻ്റെ ഡേ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ എന്തെങ്കിലും ഒരു സ്പീച്ച് വരുന്നുണ്ട് ലൈവ് മാർക്കറ്റിൽ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്തുകളിലൊക്കെ മാർക്കറ്റ് ഇങ്ങനെ ഭയങ്കര വോളറ്റൈലായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു അനുഭവമാണ് അല്ലേ, ഇന്നൊരു എക്സ്പീരിയൻസ് ആണ്. മാർക്കറ്റ് RBI മോണിറ്ററി പോളിസി വരുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നുള്ളത് ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് അല്ലേ. നിങ്ങൾക്ക് സ്വയമായിട്ട് പഠിക്കാനുള്ളൊരു അവസരമായിരുന്നു. അപ്പോൾ ആ അവസരമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പഠിക്കാൻ വേണ്ടിയുള്ള അവസരമായിട്ട് നിങ്ങൾ ഇതിനെ ഉപയോഗിക്കണം, അല്ല ട്രേഡ് ചെയ്യാൻ വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. ട്രേഡിങ് നാളെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിവതും മാർക്കറ്റ് ചെയ്ത് മാറി നിൽക്കുക. ഇല്ലെങ്കിൽ കൃത്യമായ ഒരു എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവൂ. അതുപോലെ തന്നെ ആ സ്പീച്ച് കഴിയുന്നതിന് വരെ, അല്ലെങ്കിൽ ആ ഇവൻറ്റ് കഴിയുന്നതിന് വരെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? മാറി നിൽക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്ന് പലരുടെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടുണ്ട്, എനിക്കറിയാം. പലരും അതിൽ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷനകത്ത് പെട്ട് കാശ് പോയിട്ടുണ്ട്, കാശ് കിട്ടിയവരുണ്ട്, കാശ് പോയവരുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ അത് പറയുവാണെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നാളെ നമുക്ക് വീക്കെൻഡ് അനുസരിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വീക്കെൻഡ് നമ്മൾ റീല് കണ്ട് സമയം കളയാതെ കഴിവതും നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.